ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഹെയർ കെയർ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഞാനിവിടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 5-ാമത്തെ ദിവസം വരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ നമ്മൾ ഹെയർ കെയർ ചാലഞ്ച് ചെയ്യുന്നതിൻ്റെ ദിവസങ്ങളിൽ, അതായത് നമ്മൾ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസങ്ങളുണ്ടല്ലോ, അപ്പം ആ ദിവസങ്ങളിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിലയും കൂടി ശ്രദ്ധിക്കണം. അതായത് നമ്മളുടെ ഞാൻ ഈ ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയം തൊട്ട് ഞാൻ എൻ്റെ ജീവിത രീതിയിൽ വരുത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ചേഞ്ചാണ് വെള്ളം കുടി. അതായത് എനിക്ക് ഏറ്റവും മടിയുള്ളൊരു സംഭവമാണ് ഈ വെള്ളം കുടി എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളം കുടിച്ചാൽ പലതുണ്ട് ഗുണം എന്ന് പലരും പറയും. അതായത് സ്കിന്നിൽ നല്ല മാറ്റം വരും, വെള്ളം കുടിച്ചാൽ നല്ല ഗ്ലോ വരും. ശരിയാണ് കേട്ടോ, വെള്ളം കുടിച്ചാൽ നല്ലൊരു ഗ്ലോ കിട്ടും. നമുക്കൊരു നമ്മുടെ ഷെയ്ഡിനെക്കാളും ഒരു ഷെയ്ഡ് ലൈറ്ററായിട്ടൊക്കെ തോന്നും. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടിച്ച് നമ്മുടെ സ്കിന്നിൽ ആ ചേഞ്ച് വരുവാണ് ചെയ്യുന്നത്. അന്നേരം നമുക്കത് മനസ്സിലാവും. വെള്ളം അങ്ങനെ കുടിക്കുന്നവർക്ക്, നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ വെള്ളം കുടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ദിവസം ചോറിൻ്റെ കൂടെ രാവിലെ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം, ഉച്ചക്കത്തെ ഫുഡിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളം, വൈകിട്ടത്തെ ഫുഡിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളം, അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന ഞാൻ 3 ലിറ്റർ വെള്ളമൊന്നും എന്നെക്കൊണ്ട് ഇപ്പോൾ കുടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. മാക്സിമം ഞാനൊരു 2.5 ലിറ്റർ വെള്ളം വരെയൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിലാണ് വെള്ളം കുടിക്കുന്നത് കേട്ടോ. ഇത് 1 ലിറ്റർ വെള്ളം കൊള്ളും ഇതിനകത്ത്. അപ്പം ഞാൻ രാവിലെ വന്നിട്ട് അല്ലാതെ തന്നെ 1 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അപ്പോഴത്തേക്ക് ഞാൻ വെള്ളം തിളപ്പിക്കും. ചൂടുവെള്ളം കുടിക്കാനാണ് എനിക്കിഷ്ടം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ചൂടുള്ള സമയത്തുണ്ടല്ലോ, നമ്മൾ ചൂടുവെള്ളം കുടിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല, എനിക്ക് പക്ഷേ ചൂടുവെള്ളം കുടിക്കുന്നതാണ് ഇഷ്ടം, പ്രത്യേകിച്ച് നല്ല ചൂടുള്ള വെള്ളം. അപ്പോൾ ഞാൻ കരിങ്ങാലിയൊക്കെ ഇട്ട് നല്ല വെള്ളം തിളപ്പിച്ച് വെക്കും. അത് ആറുമ്പോഴത്തേക്ക് ഞാൻ കുപ്പിയിലോട്ട് ഒഴിച്ച് മാറ്റി കുറേശ്ശെ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് കുറേശ്ശെ കുടിക്കും. മടമടമടാന്ന് നമ്മൾ ഒറ്റയടിക്ക് വെള്ളം കുടിച്ചു തീർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറേശ്ശെ ഇച്ചിരി നമ്മൾ ഓർത്ത് വെക്കണം, നമുക്ക് വെള്ളം കുടിക്കേണ്ട സമയം ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചിലരങ്ങനെ ടൈം സെറ്റ് ചെയ്ത് കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയല്ല, വെള്ളം കുടിക്കുന്നതിൻ്റെ ആവശ്യകത നമ്മളിങ്ങനെ ഓർക്കുമ്പോഴത്തേക്ക് വെള്ളം കുടിച്ചില്ലല്ലോ, ഓടിപ്പോയി കുടിച്ചേക്കാന്ന് വിചാരിച്ച് ഞാനങ്ങ് കുടിക്കും. പിന്നെ അതുകൊണ്ട് എനിക്ക് നമ്മുടെ ബോഡിക്കൊക്കെ ഹെൽത്ത് പരമായിട്ടാണെങ്കിലും നമ്മുടെ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താണ്, നമ്മുടെ സ്കിന്ന്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സ്കിന്നിൻ്റെ കാര്യം വെച്ചാണെങ്കിലും പിന്നെ ഹെയറിൻ്റെ കാര്യമാണെങ്കിലും, ഹെയർ വളർത്താൻ ആഗ്രഹിക്കുന്ന ആരാണെങ്കിലും നല്ല രീതിയിൽ വെള്ളം കുടിച്ച് തുടങ്ങിക്കോ കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഹെയറിന് എത്രത്തോളം മാറ്റം കൊണ്ടുവരും എന്നുള്ളത് വെള്ളം കുടിച്ച് തുടങ്ങി ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കണ്ടു തുടങ്ങും. അതായത് നമ്മുടെ മുടിയിൽ ആ ഒരു ജലാംശം നിൽക്കും. എൻ്റെ മുടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ മുടി ഭയങ്കര ഫ്രിസിയാണ്, ഭയങ്കര ഡ്രൈ ആണ്. എന്നിട്ട് ഈ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുടി അത് ഓയിൽ വെക്കത്തില്ല തലയിൽ. പെട്ടെന്ന് ഞാൻ ഓർക്കും, ഇന്നലെ ഞാൻ ഒത്തിരി ഓയിൽ അപ്ലൈ ചെയ്തിരുന്നല്ലോ, അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുടിയിൽ ഓയിൽ കാണുന്നില്ല. അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് എൻ്റെ മുടി. അപ്പം എൻ്റെ മുടിക്ക് നല്ല രീതിയിൽ വെള്ളം ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതിനുശേഷം ഒരു ഹൈഡ്രേഷൻ എൻ്റെ മുടിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സ്ട്രെസ് എല്ലാവർക്കും, ഇപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ട്, കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ കാണും. അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി, കോളേജ് സ്റ്റുഡൻസ്, അതായത് അത്യാവശ്യം നമ്മൾ ടെൻഷൻ അടിച്ചുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ സ്ട്രെസ് കാണും അല്ലേ. അപ്പോൾ സ്ട്രെസ് ഉണ്ടാവാൻ പഠിക്കണം, ജോലിക്ക് പോകണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും സ്ട്രെസ് ഉണ്ടാവാം. പിന്നെന്താണ്, അപ്പോൾ ആ ഒരു സ്ട്രെസ് നമ്മൾ മാനേജ് ചെയ്യണം. എനിക്ക് നല്ല രീതിയിൽ സ്ട്രെസ് ഉണ്ടായിട്ടുള്ള ആളാണ്. എനിക്ക് പല്ലേൽ ഇതിട്ടിട്ടുള്ളത് കൊണ്ട് നല്ലതായിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഈ സ്ട്രെസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുമാതിരി ആയി പോകുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. അപ്പം എനിക്ക് നല്ല രീതിയിൽ സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സ്ട്രെസ്സിൻ്റെ പീക്ക് ലെവൽ എത്തിയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സ്ട്രെസ് അടിച്ചാലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ശ്വാസോച്ഛ്വാസം. അതായത് നമ്മൾ ഇൻഹെയിൽ ചെയ്ത് എക്സ്ഹെയിൽ ആക്കാന്നൊക്കെ പറയത്തില്ലേ, ആ സംഭവം എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്ന ടൈമിൽ എൻ്റെ മനസ്സിൽ ടെൻഷൻ കൂടുന്നു, സ്ട്രെസ് കൂടുന്നു, എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തുന്ന സമയത്ത് ഞാൻ റിലാക്സ് ആയിട്ട് എനിക്ക് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് ഞാൻ ഇൻഹെയിൽ ചെയ്ത്, അതായത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്ത് കുറേ നേരം അവിടെ നമ്മളത്
പിടിച്ചു വെക്കുക. കുറച്ചൊരു ഒരു ഒരു 1-2 സെക്കൻഡ് പിടിച്ചു വെച്ചിട്ട് പയ്യെ എക്സ്ഹെയിൽ ചെയ്യുക. അങ്ങനെ ഒരു 10 തവണയെങ്കിലും നമ്മൾ ആ ടൈമിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കൂളാവും. എന്നിട്ട് പിന്നെന്താണ്, പിന്നെ നമ്മൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്ട്രെസ് ടെൻഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് മാത്രമേ ഞാൻ എന്താ പറയണ്ടേ, എൻ്റെ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് യാത്ര ചെയ്യുക. ഇഷ്ടമുള്ളവരോട് സംസാരിക്കാൻ, അതായത് നമുക്കൊരു സംസാരിക്കാൻ ഒരാൾ കാണുമല്ലോ, അങ്ങനെയുള്ളവരോട് നമുക്ക് സംസാരിച്ച് നമുക്ക് സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ കൂടുതലും എന്താ പറയുക, ബിസി ആയിട്ടിരിക്കുക. കൂടുതൽ ടൈം നമ്മൾ ബിസി ആയിട്ടിരിക്കുക. നമുക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കുക. എന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക എന്നല്ല, ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് വേണം അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് കൂടുതൽ നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയത്തില്ലേ, ആ സംഭവം നമ്മളങ്ങ് വിട്ടേക്കുക. ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കുക. നമുക്ക് വലുത് നമ്മുടെ മൈൻഡാണ്, നമ്മുടെ ബോഡിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെസ് കൂട്ടുന്നതായിട്ടുള്ള ഓവർ തിങ്കിങ് ഒക്കെ ഒഴിവാക്കി ഞാൻ ഈ പറയുന്ന ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ചെയ്യുക. അത് ചെയ്ത് കുറച്ച് റിലാക്സ് ആവാൻ പറ്റും. പറ്റുവാണെങ്കിൽ ഒരു 7 മണിക്ക് മുമ്പൊക്കെ എഴുന്നേറ്റിട്ട് നമ്മുടെ ശുദ്ധവായു ഒക്കെ കിട്ടുന്ന സമയത്തുള്ള നല്ലൊരു മഞ്ഞും തണുപ്പും ഒക്കെ നല്ല ആ ഒരു കിട്ടുന്ന ആ ഒരു ക്ലൈമറ്റിൽ, ആ ഒരു അറ്റ്മോസ്ഫിയറിലിരുന്ന് കിളികളുടെ ശബ്ദവും നല്ലൊരു കാം ക്വയറ്റ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയണ്ട, ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തിരുന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റിലാക്സേഷൻ, ഒരു സന്തോഷം കിട്ടും. കൂടുതൽ നമ്മൾ പച്ചക്കറികൾ ഫുഡിൽ ഉൾപ്പെടുത്തുക. അതായത് കഴിക്കുന്ന ഫുഡും നമ്മളുടെ ഹെയറിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അതായത് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നട്ട്സ് എന്ന് പറഞ്ഞാൽ വില കൂടിയ നട്ട്സ് ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടെ നമ്മുടെ സാധാരണ കപ്പലണ്ടി കഴിച്ചാൽ മതി. കപ്പലണ്ടി നമുക്ക് 1-2 ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഡെയിലി കിട്ടുമെങ്കിൽ ഡെയിലി വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ചീര, മുരിങ്ങയിലയോ അങ്ങനത്തെ എന്തെങ്കിലും ചീരയൊന്നും ഇല്ലാത്ത വീടുകൾ കാണത്തില്ലായിരിക്കും. ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് വാങ്ങിച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ കാണുമല്ലോ, നമുക്കങ്ങനെ ചീരയൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, കുക്കുംബർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുക. പിന്നെ പരിപ്പ്, വൻപയർ, ചെറുപയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പയർവർഗ്ഗങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. പിന്നെ നമ്മൾ വല്ലപ്പോഴെങ്കിലും നമ്മൾ മീനൊക്കെ കൂട്ടുമല്ലോ, അല്ലെങ്കിൽ ഡെയിലി മീനില്ലാത്ത വീടുകൾ ഇപ്പോൾ കാണത്തില്ല. അപ്പം മീനൊക്കെ നന്നായിട്ട് കഴിക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ, മീറ്റ് ഒക്കെ വല്ലപ്പോഴും നമ്മൾ കഴിക്കുമല്ലോ. പിന്നെ പറ്റുവാണെങ്കിൽ എല്ലാ ദിവസവും ഓരോ മുട്ട വെച്ചൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ 1 ഗ്ലാസ് പാല് കഴിക്കുക. 1 ഗ്ലാസ് പാല് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് കുടിക്കുക. പിന്നെന്താണ്, ചായ, കോഫി കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു ശീലമായിട്ട് എടുത്തിട്ടുള്ളവർക്ക് അത് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അല്ലാതെ ചുമ്മാ വെറുതെ കുടിക്കുന്നവരൊക്കെ ഉണ്ട് അത് മാറ്റാൻ. എനിക്കത് ശീലമായി പോയി. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കട്ടൻ കാപ്പി കുടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. അതുപോലെ 4 മണിയാകുമ്പോൾ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. എനിക്കത് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ മാറ്റാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് മാറ്റുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂവും കണ്ടീഷണറും ഏതാണെന്ന് പരിചയപ്പെടുത്തി തരാം. ഞാൻ ഇതാ യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരിസിന്റെ ഹെയർ ഫോൾ റെസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷാമ്പൂ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന്റെ വില എത്രയാണെന്ന് വെച്ചാൽ 80 രൂപയാണ്. ഈ ഒരു ചെറിയ കുപ്പിക്ക് 80 രൂപയാണ് വില. നല്ല മണമാണ്. അതുപോലെ തന്നെ ഹെയർ ഫോൾ റെസിസ്റ്റ് എന്നാണ് പറയുന്നത്. എനിക്ക് ഇതുപോലെ ഹെയർ ഫോൾ റെസിസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. മുടിക്ക് നല്ലൊരു ഹൈഡ്രേഷനും കാര്യങ്ങളും ഒരു നല്ല സ്മെല്ലും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഇത് 80 രൂപയ്ക്ക് നല്ല വെർത്താണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ലോറിയൽ പാരിസിന്റെ കണ്ടീഷണറാണ്. 119 രൂപയാണ് ഇതിന്റെ വില. ആ സെയിം സൈസ് തന്നെ ഉള്ളു കേട്ടോ ഇതും. അപ്പം ഇതിന് 119 രൂപയാണ് വില. നല്ല രീതിയിൽ ഇതും ആന്റി ഹെയർ ഫോൾ കണ്ടീഷണർ ആണ്. അപ്പം നല്ല രീതിയിൽ ഇത് കണ്ടീഷണർ എന്ന നിലയിൽ നല്ല രീതിയിൽ നമ്മളെ മുടി കണ്ടീഷൻ ചെയ്ത് വെക്കാൻ, നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കണ്ടീഷൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ. ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നല്ല സ്മെല്ലാണ്. എനിക്ക് നല്ല ഇഷ്ടമുണ്ട് ഈ ഷാമ്പൂവും. കണ്ടീഷണർ 70 ml ഷാമ്പു 80 ml ആണ് ഈ ബോട്ടിൽ വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്യണം. കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് സിറം. ഹെയർ സിറം നമ്മൾ നമ്മുടെ ഹെയറിന് പറ്റിയ ഒരു ഹെയർ സിറം കണ്ടുപിടിച്ച് യൂസ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരിസിന്റെ തന്നെ ഒരു ഹെയർ സിറമാണ്. ഇതിന്റെ വില എത്ര എന്നുള്ളത് ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് ടാഗും ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ എത്ര എണ്ണത്തിൽ ഞാനത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് 30 ml വരുന്ന ഒരു പാക്കേജിംഗ് ആണ് കേട്ടോ. നല്ല രീതിയിൽ ഈ ഒരു സിറം വർക്ക് ആവുന്നുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ സ്മെല്ല് അടിപൊളിയാണ്. ലക്ഷറിയസ് സ്മെല്ലാണ് ഇതിന്റെ. എനിക്ക് അതാണ് ഇതിലെ ഏറ്റവും ഇഷ്ടമായത്. നല്ല രീതിയിൽ ഒരു സിറം എന്ന നിലയിൽ ഇതിന്റെ ജോലി നിർവഹിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടോ, അസുഖങ്ങൾ മീൻസ് ഹോർമോൺ ഇൻബാലൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന്, തൈറോയിഡ് ഉണ്ടോ, PCOD ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഒരു കാരണവും ഇല്ലാതെ
നമ്മുടെ മുടി നല്ല രീതിയിൽ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം കേട്ടോ. വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. വൈറ്റമിൻ ഡി ഒന്ന്, അതായത് ഹെവി ആയിട്ട് മുടി അങ്ങ് പൊക്കോണ്ടിരിക്കുന്നവർക്ക് എന്താണ് കാരണം എന്ന് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക, തൈറോയ്ഡ് ചെക്ക് ചെയ്യുക, PCOD ഉണ്ടോ എന്ന് നോക്കുക, നമ്മുടെ ബ്ലഡിലുള്ള HBയുടെ ലെവൽ നോക്കുക, കൗണ്ട് നോക്കുക, എത്ര കുറഞ്ഞിട്ട് നിൽക്കുകയാണോ. ചിലരൊക്കെ അത് നല്ല രീതിയിൽ കുറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഹെയർ കെയറിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പുറമേയുള്ള മറ്റു കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഹെയറിലൊക്കെ ഓരോന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് ഹെയറിനെ വളർത്തിയെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ കൂടെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. നമുക്ക് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളുടെ ഇൻടേക്കിലേക്ക് ശ്രദ്ധിച്ചോ. അതായത് നല്ല രീതിയിൽ അല്ല, നമ്മൾ ഹെയർ കെയർ ചെയ്യുന്ന ദിവസവും നമ്മൾ വെള്ളം കുടിക്കണം, അതല്ല, അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല നമുക്ക് ബോഡിക്ക് അല്ലെ ഹെയറിന് വേണ്ടിയിട്ടും സ്കിന്നിന് വേണ്ടിയിട്ടും ഒക്കെ ആവശ്യമുള്ള ഫുഡുകളൊക്കെ നല്ല രീതിയിൽ നമ്മളുടെ ശരീരത്തിൽ ചെല്ലുന്നുണ്ട് എന്നുള്ളതും കൂടി ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ 6ാമത്തെ ദിവസത്തെ അടുത്ത ഹെയർ കെയർ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ബൈ.